ആദ്യം തന്നെ മീഡിയം സൈസിൽ ഒരു ബ്രൊക്കോളി എടുത്തതിന് ശേഷം ഇതിനെ ചെറുതായിട്ട് അടർത്തിയെടുക്കണം. അതിനുശേഷം നല്ലതുപോലെ കഴുകിയെടുത്തോളൂ. ഈ രീതിയിൽ ചെറിയ ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് അടർത്തിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ബ്രൊക്കോളി ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഈ തണ്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതായത് കട്ടിയുള്ള ഭാഗം, അവിടെ ഒന്ന് കുത്തി നോക്കിയാൽ മതിയാവും. ഈസി ആയിട്ട് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഇതുപോലെ മുറിഞ്ഞു വരുവാണെങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ പൂ പോലെ ഇരിക്കുന്ന ഭാഗം വേകാനായിട്ട് അധികം സമയം എടുക്കില്ല. അതേസമയം ഈ തണ്ട് പോലെ ഇരിക്കുന്നുണ്ടല്ലോ, ഈ ഭാഗമാണ് കുറച്ച് സമയം എടുക്കുന്നത്. ഇതിവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്യാം. പാനിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി നെയ്യും ഗാർലിക്കും എല്ലാം ഇതിനോട് യോജിപ്പിച്ചെടുക്കണം. നെയ്യുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ നെയ്യ് വേണമെങ്കിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കാലറി എപ്പോഴും കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ടേസ്റ്റായിട്ട് കഴിക്കണമെങ്കിൽ നെയ്യുടെ അളവൊക്കെ ഇത്തിരി കൂടുതൽ നല്ലതാണ്. ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തില്ല. അതുകൊണ്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയാകും. നല്ലതുപോലെ ഇളക്കി ഉപ്പ് എല്ലാ ബ്രൊക്കോളി ഫ്ലോററ്റ്സിലും ആവുന്ന രീതിയിൽ ആക്കിയെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയം നല്ല മണമാട്ടോ വരുന്നത്. അതായത് നെയ്യുടെയും നമ്മൾ ചേർത്ത് കൊടുത്ത ഗാർലിക്കിൻ്റെയും വെന്ത ബ്രൊക്കോളിയുടെയൊക്കെ നല്ല മണമാണ് കിട്ടുക. നല്ല ടേസ്റ്റിയാണ് ഈ ഡിഷ്. അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് എല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ബ്രൊക്കോളിയുടെ നിറം ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ബ്രൊക്കോളി ഇത്തരത്തിൽ ചെറിയ രീതിയിൽ മൊരിയുന്നത് പോലെയാകും. ഇത്രയും മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. മാത്രമല്ല വളരെ ന്യൂട്രീഷ്യസ് ആണ്. നമ്മൾ ഇതിലെ കാലറി വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർ നിർബന്ധമായിട്ടും ഇത് കഴിച്ചോളൂ. ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്